ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ മിൽമയുടെ ഒരു യോഗേർട്ട് വാങ്ങിച്ച സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ബോട്ടിലാട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഇത് വെച്ചിട്ട് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം ഞാൻ കുറച്ച് സ്പോഞ്ച് ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അത് ശരിക്കും അത് ഒരു പെയിൻറ്റ് അടിച്ചെടുത്താൽ കറക്റ്റ് ഒരു മണ്ണിൻ്റെ അപ്പിയറൻസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു കെട്ടുകമ്പി എടുക്കുക. ആ കമ്പി ഇങ്ങനെ കുറച്ച് ഒരേപോലത്തെ ലെവലിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു മാസ്കിൻ ടേപ്പ് കുറച്ച് നീളത്തിൽ വലിച്ചതിന് ശേഷം രണ്ട് സൈഡിലും ആ ഒരു കമ്പി നടുവിൽ വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അതേപോലെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലീഫ് കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ലീഫിൻ്റെ ഒരു സ്ട്രക്ചറാക്കി കൊടുത്താൽ മതി. ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ കഴിഞ്ഞൊന്ന് റെഡി ആയിക്കോളൂ കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് റെഡി ഉണ്ടായിരുന്നില്ല, പക്ഷേ ഞാനതൊന്നും കൂടി ചെയ്തപ്പം പിന്നെ ഈസിയായി. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളതൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനത്തെ ഒരു 4-5 എണ്ണം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഉണ്ടാക്കി കിട്ടോ. ഫസ്റ്റ് എനിക്ക് കുറച്ച് ടഫായി തോന്നിയില്ലെങ്കിലും പിന്നെ നമുക്കത് ഈസി ആയിക്കോളൂ കേട്ടോ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് കമ്പി എടുക്കുക. ഒരേ സൈസിലെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തിക്ക് കിട്ടും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലീഫിന് ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഡിഫറെൻറ്റ് സൈസിലെടുത്താൽ നമുക്ക് ബെൻഡ് ചെയ്തിട്ടൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിലതൊക്കെ ഡിഫറെൻറ്റ് സൈസിലാണ് എടുത്തത്, ചിലതൊക്കെ സെയിം സൈസിലാണ് എടുത്തത്. അങ്ങനെ വെച്ചിട്ട് ഒന്ന് കമ്പി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അത് ഭയങ്കര സുഖമാണ്. ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മളെ വേണ്ട ഒരു ഷേപ്പിലേക്ക് ഇട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സുഖമാണ്. പിന്നെ ഞാൻ ആദ്യം മാർക്കർ വെച്ചൊന്ന് കളർ ചെയ്ത് നോക്കി, പക്ഷെ അതൊന്നും വർക്കായില്ല കേട്ടോ. പിന്നെ ഞാൻ ഒരു ഡാർക്ക് കളർ ഫാബ്രിക് പെയിൻറ്റ് വെച്ചിട്ട് ചെയ്തു കേട്ടോ. പിന്നെ ബ്രൗൺ കളറാണ് ഞാൻ ഉള്ളിൽ കൊടുത്തത്. എന്നിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തു. പിന്നെ ഔട്ട്ലുക്ക് വന്നിട്ട് ശരിക്കും ഒരു പ്ലാന്റ് പോലെ ഉണ്ട് കേട്ടോ. ലീഫൊന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ട്, നന്നായിട്ടൊന്നും കിട്ടിയില്ല. ബട്ട് എന്നാലും ഔട്ട്ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്നാമത് ആ ഉള്ളിലുള്ള മണ്ണ്, ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങളെ ഔട്ട്ലുക്ക് അതിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെ എല്ലാവർക്കും ഗുഡ് ബൈ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്ലുക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ. ബായ്.